ഇത് നാരങ്ങ കുറച്ചുള്ളേ ഞാൻ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരിക്കുക. ഇത് മാങ്ങ അരിഞ്ഞത്. പിന്നെ ഇതിൽ ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, കുറച്ച് ഈത്തപ്പഴം. ഞാനൊരു മിക്സ്ഡ് അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു പിടി കരിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കാം, കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഞാൻ കടുകും ഉലുവയൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് കടുക് ഇടുന്നുള്ളൂ. സുറുക്ക ഇട്ട് കൊടുക്കാം. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കും. ഇതൊന്ന് ആവട്ടെ, നല്ലോണം ഒന്ന് ആവട്ടെ, നല്ല മുരിയട്ടെ. അതിലേക്ക് ഞാനേ കുറച്ച് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ഞാൻ ഈത്തപ്പഴം ഇട്ട് കൊടുക്കും. ഈത്തപ്പഴം നാരങ്ങ കയ്പുള്ളതല്ലേ, ഞാൻ വിചാരിച്ച് കുറച്ച് ഈത്തപ്പഴം കൂടി ചേർക്കാം. പിന്നെ പച്ചമുളക് എന്തോരാവുന്നറിയില്ല. പച്ചമുളക് ചെറുതായി അരിയത്. ഒരു കട്ട ഇട്ടിട്ട് ഇനി ഞാൻ പൊടികളൊക്കെ ഇടാൻ പോവാം. ആവശ്യത്തിനുള്ള മുളക് പൊടി, പിന്നെ അച്ചാറുപൊടി ഇട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മാങ്ങ. ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നോണ്ടേ ഇവിടെ വെക്കാനൊന്നും ഉള്ള ഒരു സംഭവങ്ങളില്ല. അപ്പോൾ കുറച്ച് ഇരുമ്പാമ്പുളി, കുറച്ചൊക്കെ മാറിപ്പോകും കേട്ടോ. പിന്നെ ഞാൻ ഉലുവയും കടുകും കൂടി ഞാൻ ആദ്യമായിട്ട് ചൂടാക്കി പൊടിച്ചതാണ്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നല്ലോണം എങ്ങനെയാവുമെന്ന് അറിയില്ല. ഞാനൊരു ഫസ്റ്റ് ടൈമായിട്ട് ഉണ്ടാക്കാം. അച്ചാറൊക്കെ ഞാൻ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ഇതുപോലെ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ പുകഞ്ഞു പോകും. ഇതായിട്ട് ഇപ്പം തന്നെ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് ഉപ്പൊക്കെ ഇടാം. കുറച്ച് നമ്മൾ കായപ്പൊടി ഇട്ടിട്ടില്ല, അപ്പോൾ കുറച്ച് കായപ്പൊടി ഇടാം. ഇങ്ങനെയുണ്ട് അച്ചാർ കാണുമ്പോൾ കൊള്ളാവോ? കാണുമ്പോൾ ഒരു ചന്തൊക്കെ ഉണ്ട്, പക്ഷേ ഇനി ടേസ്റ്റ് നോക്കുമ്പോൾ അറിയുള്ളൂ. ഞാൻ ഇനി എല്ലാവർക്കും കുറേശ്ശെ കൊടുത്ത് നോക്കാം, ടേസ്റ്റ് ഉണ്ടോയെന്ന് അറിയണമല്ലോ. അപ്പം അങ്ങനെ നമ്മുടെ മിക്സ്ഡ് അച്ചാർ റെഡി ആയിട്ടുണ്ട്.